എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് നമ്മുടെ കുട്ടപ്പനെ കാണിക്കുന്നു. അവനിപ്പോ സാസുകയെ നോക്കി നിൽക്കുകയാണ്. അവൻ കുട്ടപ്പനെ മൈൻഡ് പോലും ചെയ്യാതെ എവിടേക്കോ നോക്കി നിൽക്കുകയാണ്. അവനെ കണ്ട് കുട്ടപ്പൻ ഞെട്ടും. കാരണം അവന്റെ മുഖം അതൊരുപാട് മാറിപ്പോയി. സാസുകയുടെ മുഖത്തിന്റെ ഒരു സൈഡ് തന്നെ ഇപ്പൊ മാറിപ്പോയി. അവന്റെ കണ്ണിന്റെ പ്രത്യേകത കണ്ട് കുട്ടപ്പൻ ഷോക്കായി നോക്കി നിൽക്കും. സാസുക പതിയെ പതിയെ അവനിപ്പോ മോൺസ്റ്ററായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ടപ്പ, നീ എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നത്? നീ ഇപ്പൊ തന്നെ തിരിച്ചു പോകണം. എന്റെ പുറകെ വന്നാ നിനക്ക് വലിയ ആപത്തുണ്ടാവും. അപ്പൊ കുട്ടപ്പൻ വണ്ടറടിച്ച് ഒരു മിനിറ്റ് സാക്കുറ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കും. നീ മനസ്സ് വെച്ചാൽ മാത്രമേ സാസുകയെ തിരികെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തു വില കൊടുത്തും നീ അവനെ തിരികെ കൊണ്ടുവരണം. ഇതൊക്കെ ആലോചിക്കുമ്പോ കുട്ടപ്പനാവട്ടെ ഒരു ഗ്രാമം മുഴുവൻ ഇപ്പൊ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവര് നിന്നെ ചതിക്കുകയാണ്, സത്യമായിട്ടും ചതിക്കുകയാണ്. നീ ഞാൻ പറയുന്നത് വിശ്വസിക്കേ. എന്റെ കൂടെ വായോ, നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടേക്ക് വന്നത്. ഞാൻ ഓൾറെഡി എല്ലാ കാര്യങ്ങളും സാക്കുറയോട് പറഞ്ഞതാണ്. ഇനി ഒരിക്കലും എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സാസുക ഇപ്പൊ കുട്ടപ്പനെ ടെററായിട്ട് നോക്കും. അവന്റെ ചിരിയും സംസാരവും കേട്ട് കുട്ടപ്പന് മനസ്സിലാവും ഇപ്പൊ സാസുകയ്ക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ കുട്ടപ്പൻ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. സാസുക ആദ്യമായിട്ട് കുട്ടപ്പന്റെ ടീമിലിട്ടപ്പോ ഇറൂക്ക സെൻസായോട് നമ്മുടെ കുട്ടപ്പൻ ചൂടായി. പിന്നീട് ബെല്ലെടുക്കാനുള്ള ആ ഒരു മത്സരത്തില് കുട്ടപ്പനെ കെട്ടിയിട്ടത്, മരത്തിൽ ഓടിക്കേറി, അങ്ങനെ എല്ലാ കാര്യങ്ങളും കുട്ടപ്പൻ ഓർത്തെടുക്കും. പക്ഷെ ഇപ്പോഴത്തെ സാസുകയെ കാണുമ്പോ നമ്മുടെ കുട്ടപ്പന് ഒരുപാട് വിഷമാവും. ആര് കാരണമാണ് നിനക്ക് ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത്? നീ ദയവ് ചെയ്ത് എന്റെ കൂടെ വരണം, നമുക്ക് ഗ്രാമത്തിലേക്ക് പോവാം. അതിന് സാസുക പറയും, എനിക്കൊന്നും കേൾക്കണ്ട, ഇതെന്റെ വഴിയാണ്. എനിക്കിതുവരെ യാതൊരു കുഴപ്പമില്ല. ഞാൻ എന്റെ വഴി അത് സ്വന്തമായിട്ട് തെരഞ്ഞെടുത്തതാണ്. ഞാൻ ഇത്ര നാളും ലീഫ് വില്ലേജിൽ നിന്നുകൊണ്ട് ലീഫ് വില്ലേജിനെ തന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ തന്നെ എന്റെ വഴിയിൽ കുറുകെ വരാതെ എത്രയും പെട്ടെന്ന് പോകാൻ പറയും. അത് കേട്ട് നമ്മുടെ കുട്ടപ്പന് ഒരുപാട് വിഷമാവും. കാരണം ചോച്ചി അവന്റെ ജീവൻ പോലും ബലി കൊടുത്തുകൊണ്ട് ഇപ്പൊ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിബയ്ക്ക് അവന്റെ പട്ടിക്കുട്ടിയെ പോലും രക്ഷിക്കാൻ കഴിയാതെ ബോംബ് ബ്ലാസ്റ്റില് അവിടെ ചെതറിക്കിടക്കുകയാണ്. നാറ ആ വില്ലനോട് ഫൈറ്റ് ചെയ്ത് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. അവസാനമായിട്ട് നെജി തീർച്ചയായിട്ടും അവൻ എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടാവും. ഇതിനെല്ലാം ഉപരിയായിട്ട് റോക്ക്ലി അവൻ അവന്റെ ആരോഗ്യം പോലും നോക്കാതെ ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇവൻ വീണ്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നും പറഞ്ഞ് കുട്ടപ്പനാവട്ടെ സാസുകയുടെ അടുത്ത് ചൂടാവും. ഞാൻ വീണ്ടും പറയുന്നു, മര്യാദയ്ക്ക് എന്റെ ഒപ്പം വാ. അപ്പൊ കുട്ടപ്പനാവട്ടെ വീണ്ടും നാറ പറഞ്ഞ കാര്യം ആലോചിക്കും. സാസുക എനിക്ക് നേരിട്ട് യാതൊരു പരിചയമില്ല, അവനുമായിട്ട് എനിക്ക് യാതൊരു കമ്മിറ്റ്മെന്റ്സും ഇല്ല. പക്ഷെ സാസുക അവൻ ലീഫ് വില്ലേജിലെ ഒരു ഷിനോബിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്റെ ജീവൻ കൊടുത്തും അവനെ തിരികെ കൊണ്ടുവരും. പക്ഷെ സാസുക ഇതൊന്നും മനസ്സിലാക്കാതെ മൈൻഡ് പോലും ചെയ്യാതെ ഇപ്പൊ വീണ്ടും മുൻപോട്ട് നടക്കാൻ ആരംഭിക്കും. അപ്പൊ പെട്ടെന്ന് താഴെയായിട്ട് സാസുക ഒരു നിഴല് കാണും. അത് മറ്റൊന്നുമല്ല, കുട്ടപ്പൻ അവന്റെ മേത്തേക്ക് ചാടി വീഴും. എന്നിട്ട് കൈ കൂട്ടിപ്പിടിച്ച് അവന്റെ മോന്തയ്ക്ക് ഒരൊറ്റ ഇടി. പക്ഷെ സാസുകയ്ക്ക് യാതൊരു കൂസലും ഇല്ലാതെ കുട്ടപ്പന്റെ മുഖത്തേക്ക് അവൻ ചോര തുപ്പും. അതിന് സാസുക, എനിക്ക് നിങ്ങളുടെ സഹായം അതൊന്നും തന്നെ ആവശ്യമില്ല. എന്റെ പിന്നാലെ ആരും വരികയും വേണ്ട. എനിക്കിപ്പോ ആവശ്യം പവറാണ്. അത് ഒറോച്ചിമാറുവിന്റെ കയ്യിലുണ്ട്. എനിക്ക് എത്രയും പെട്ടെന്ന് ഒറോച്ചിമാറുവിന്റെ അടുത്തേക്ക് എത്തണം എന്ന് പറഞ്ഞു വീണ്ടും സാസുക ആവട്ടെ എഴുന്നേക്കാൻ തുടങ്ങും. അപ്പൊ കുട്ടപ്പൻ, നോ, നിനക്കറിയാൻ പാടില്ല പൊന്നെ, തീർച്ചയായിട്ടും അവൻ നിന്നെ ചതിക്കും. മിണ്ടാതെ ഞാൻ പറയുന്ന കേക്ക്. അവൻ ആവശ്യം നിന്റെ ബോഡി മാത്രമാണ്. നിനക്ക് ആവശ്യമുള്ളതൊന്നും അവൻ ഫ്രീ ആയിട്ട് ചെയ്തു തരില്ല. തീർച്ചയായിട്ടും അവൻ നിന്നെ നശിപ്പിച്ചു കളയും. ഇൻ കേസ് നീ അവന്റെ അടുത്ത് ചെന്ന് പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് ഒരിക്കലും നിനക്ക് ലീഫ് വില്ലേജിലേക്ക് തിരികെ വരാനായിട്ട് സാധിക്കില്ല. അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. നീ നശിച്ചു പോവാൻ ഒരിക്കലും ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അവന്റെ കോളറെ പിടിച്ച് കുലുക്കും. അപ്പൊ നമ്മുടെ സാസുക തിരിച്ച് കുട്ടപ്പന്റെ കോളറെ കയറി പിടിച്ച്, നിനക്ക് എന്റെ കാര്യത്തില് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. എന്റെ ഇഷ്ടമാണ് എന്റെ ജീവിതം. ഞാൻ ഒരിക്കലും നിന്റെ കൂടെ വരില്ല എന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ നിന്നെ ഇടിച്ച് ഈഞ്ചപ്പരുവ് ആക്കിയിട്ടാണെങ്കിലും ഞാൻ തിരികെ ലീഫ് വില്ലേജിൽ എത്തിക്കുമെന്ന് പറയും. അത് കേട്ട് സാസുക ചിരിക്കും. അപ്പൊ അതുകൊണ്ട് നറൂട്ടോ ചോദിക്കും, നീ ഇപ്പൊ എന്തിനാ ചിരിക്കണേ? സാസുക ആവട്ടെ, അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നീ എന്നെ നോക്കി ചിരിച്ചു, അതിന് പകരം വീട്ടിയതാണ് ഞാനെന്ന് പറയുമ്പോ കുട്ടപ്പൻ ഒരുപാട് ദേഷ്യം വന്ന് ഇപ്പൊ പരസ്പരം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കും. കുട്ടപ്പൻ വീണ്ടും സാസുകയോട്, ഇതൊരു വലിയ തെറ്റാണ് നീ ചെയ്യാൻ പോകുന്നത്. ഇത് നിന്റെ മാനസികവും ശാരീരികവും ആയിട്ടുള്ള എല്ലാ സമാധാനവും കളയും.
ഇത്ര നാളും എന്തിനും കൂടെ ഉണ്ടായിരുന്ന നിന്റെ ഗ്രാമത്തിലേക്കാണ് ഞാനിപ്പോ വിളിക്കുന്നത്. കുട്ടപ്പൻ എന്തൊക്കെ പറഞ്ഞിട്ടും സാസുക ആവട്ടെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവര് ഹോസ്പിറ്റലിൽ ഫൈറ്റ് ചെയ്ത ഓരോ കാര്യങ്ങള് വീണ്ടും ആലോചിക്കും. സാസുക ബാൻഡ് പോലും ഇടാതെ കുട്ടപ്പനുമായിട്ട് ഫൈറ്റ് ചെയ്തില്ലേ, അപ്പൊ കറക്റ്റ് ആയിട്ട് കാക്കാഷി വന്ന് ഇടപെട്ടതുകൊണ്ട് അന്നത്തെ ഫൈറ്റ് അവിടെ കൊണ്ട് തീർന്നു. പക്ഷെ കുട്ടപ്പൻ ഒരിക്കലും സീരിയസ് ആയിട്ട് ആയിരുന്നില്ല അന്ന് ഫൈറ്റ് ചെയ്തത്. ജസ്റ്റ് ആരാണ് തങ്ങളിൽ പവർഫുള്ള് എന്നറിയണമെന്ന് മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ സാസുക അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. അതെല്ലാം ആലോചിച്ച് ഇപ്പൊ കുട്ടപ്പനെ സാസുക തൂക്കിയെടുക്കും. സാസുക പൊക്കിയെടുത്ത് അവനിട്ടൊരു ഒറ്റ ഇട്ടി വെച്ചു കൊടുക്കും. കുട്ടപ്പന്റെ എല്ലൊടിഞ്ഞ് അവൻ തെറിച്ചുപോയി പറന്നു വീഴുന്ന കാണുമ്പോ സാസുക പോലും ഒരു നിമിഷം വണ്ടറടിച്ച് അവന്റെ പവർ കണ്ട് ഞെട്ടിപ്പോവും. അപ്പോഴായിരിക്കും വില്ലന്മാര് പറഞ്ഞ ആ ഒരു കാര്യം സാസുകയ്ക്ക് ഓർമ്മ വരിക. ഈ ശാപക്കുറി അതുപയോഗിച്ചുകൊണ്ട് നിനക്ക് നിന്റെ പവർ തന്നെ കൂട്ടാനായിട്ട് സാധിക്കും. കൂടുതൽ പവർ കിട്ടിയ സന്തോഷത്തില് സാസുകയാവട്ടെ ഹായ് ആയിട്ട് മുൻപോട്ട് നടക്കും. ആ സമയത്ത് കുട്ടപ്പനാവട്ടെ ഇപ്പൊ വെള്ളത്തിൽ കൂടെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാസുകയുടെ പവർ അതിപ്പോ ഡബിൾ ആയിരിക്കുന്നു. സാസുകയോട് 2 തവണ ഫൈറ്റ് ചെയ്തപ്പോഴും ഇത്രയും പവർ ഒരിക്കൽ പോലും അവൻ അനുഭവപ്പെട്ടിട്ടില്ല. ഓൾറെഡി ഹോസ്പിറ്റലിൽ വെച്ച് ഫൈറ്റ് ചെയ്തപ്പോഴും ഇത്രയും പവർ അവനില്ലായിരുന്നു. ഇപ്പൊ കിട്ടിയത് അത് വെറും ഒരു ഇടിയല്ല, ഒരൊന്നൊന്നര ഇടിയാണ്. ആ സമയത്ത് സാസുകയ്ക്കാവട്ടെ യാതൊരു കുലുക്കമില്ലാതെ ഇപ്പൊ കുട്ടപ്പനെ നോക്കി നിൽക്കും. കഷ്ടപ്പെട്ട് നമ്മുടെ സ്വത്തുമണി നീന്തി കരക്ക് കയറും. സാസുകയെ കണ്ട ഉടൻ നമ്മുടെ കുട്ടപ്പൻ ചാടി വീണ് അവനെ അടിക്കാൻ പോകുമ്പോ സാസുക അതിലും ആവേശത്തില് ഇപ്പൊ കുട്ടപ്പന്റെ നേർക്ക് ചാടി അങ്ങോട്ട് വീഴും. പക്ഷെ സാസുക തിരിഞ്ഞിട്ട് നമ്മുടെ കുട്ടപ്പനിട്ട് വീണ്ടും ഒരൊറ്റ ഇടി കൊടുത്ത് കുട്ടപ്പന്റെ നിഞ്ച ടൂൾസ് ബാഗ് അങ്ങനെ തന്നെ അടിച്ചു മാറ്റി അവിടുന്ന് ചാടി ഓടി മാറി നിൽക്കും. പാവം കുട്ടപ്പനാവട്ടെ ആ ഒരു അടി കിട്ടി ഒരുപാട് ചോര ഛർദിച്ച് വീണ്ടും താഴേക്ക് വന്നു വീഴും. ഇപ്പൊ സാസുകയ്ക്ക് കുട്ടപ്പൻ അവന്റെ ആരുമല്ല, മറിച്ച് ഏറ്റവും വലിയ ശത്രുവാണ്. അപ്പൊ വീണ്ടും സാസുക കുട്ടപ്പനോട് പറയും, ഞാൻ നിന്നോട് ഒരുപാട് വട്ടം പറഞ്ഞു മാറി നിൽക്കാനായിട്ട്, പക്ഷെ നീ കേട്ടില്ല. വീണ്ടും വീണ്ടും എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കൊണ്ടേയിരുന്നു. എനിക്കിപ്പോ ആവശ്യം പവർ മാത്രമാണ്. അതിനുവേണ്ടി എന്തും ഞാൻ ചെയ്യും. ഞാൻ ഇവിടേക്ക് വന്നത് വെറുതെ ചുറ്റിക്കറങ്ങാനല്ല, എന്റെ ലക്ഷ്യത്തിനു വേണ്ടിയാണ്. എന്റെ ലക്ഷ്യം അതെന്റെ പാസ്റ്റിനെ ഓർത്താണെന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ ചേട്ടനെ കുറിച്ച് ആലോചിക്കും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് ഇപ്പൊ സാസുക അവന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. അവന്റെ ചേട്ടൻ ചെറുപ്പം മുതലേ ഒരുപാട് കാര്യങ്ങള് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. സാസുകയും അത് കാണാനായിട്ട് മരക്കൊമ്പിൽ ഒളിച്ചിരിക്കും. ഹിറ്റാച്ചി ഒരേ സമയത്ത് ഒരുപാട് ലക്ഷ്യങ്ങളിലേക്ക് അവന്റെ കത്തി എറിഞ്ഞു കൊള്ളിക്കും. പിന്നീട് ഹിറ്റാച്ചി അവന്റെ കണ്ണടച്ച് മലയ്ക്കപ്പുറമുള്ള ടാർഗറ്റിനെ കത്തി എറിഞ്ഞ് കറക്റ്റായിട്ട് കൊള്ളിക്കും. അതുകൊണ്ട് വണ്ടറടിച്ച് നമ്മുടെ സാസുക ചാടി വീണ് ഞാനും കൂടെ നിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്തോട്ടെ എന്ന് ഹിറ്റാച്ചിയുടെ അടുത്ത് ചോദിക്കും. ഹിറ്റാച്ചി അവന്റെ മുഖത്ത് നോക്കി പറ്റില്ലെന്ന് പറയും. വേണ്ട വേണ്ട മാറി നിൽക്കടാന്ന് പറഞ്ഞ് സാസുകയെ അവനിപ്പോ ആട്ടി ഓടിക്കും. പ്ലീസ് ബ്രോ, എനിക്ക് ആ ഒരു ഷെരിങ്കൻ ജിപ്സും എങ്കിലും ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുമ്പോ അപ്പൊ ഹിറ്റാച്ചി, അയ്യോ എനിക്കിപ്പോ സമയമില്ല, ഉടനടി ഒരു അർജന്റ് മിഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് പിന്നൊരിക്കല് ഞാൻ തീർച്ചയായിട്ടും നിനക്ക് പഠിപ്പിച്ചു തരാന്ന് പറയും. പക്ഷെ സാസുക ഒരുപാട് നിർബന്ധിക്കുമ്പോ ഹിറ്റാച്ചി ആവട്ടെ അവന്റെ തലയ്ക്ക് ഒരു കിഴുക്ക് കൊടുത്ത് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ആരംഭിക്കും. എന്നിട്ട് സാസുകയെ തൂക്കിയെടുത്ത് നമ്മുടെ ചേട്ടനാവട്ടെ ഇപ്പൊ വീട്ടിലേക്ക് പോകും. പ്രാക്ടീസിന്റെ ഇടയിൽ നീ എന്തിനാണ് ചിരിച്ചതെന്ന് ഹിറ്റാച്ചി ചോദിക്കുമ്പോ അത് മറ്റൊന്നുമല്ല, അടുത്ത ദിവസം ഞാൻ അക്കാദമി പോകുന്നുണ്ട്, അവിടെ പോയി ഒരുപാട് കാര്യങ്ങള് ഞാൻ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുമെന്ന് സാസുക പറയും. അതിലൂടെ പപ്പയും ഞാൻ നിന്നെ പോലെ തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള നിഞ്ചയാണെന്ന് തീർച്ചയായിട്ടും പറയുന്നൊക്കെ പറഞ്ഞ് അവര് ജോളിയായിട്ട് പോകും. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റില് സാസുക ഈ കാര്യങ്ങളെല്ലാം തന്നെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പൊ കുട്ടപ്പൻ ഓടി വന്ന് ബ്ലേഡ് വലിച്ചെറിഞ്ഞ് അവനെ പിടിക്കാൻ ശ്രമിക്കുമ്പോ സാസുക കത്തി വലിച്ചെറിഞ്ഞ് ഇപ്പൊ കുട്ടപ്പനെ കൊല്ലാൻ നോക്കും. പക്ഷെ നമ്മുടെ ചെക്കൻ അവൻ ഈസി ആയിട്ട് വെട്ടിത്തിരിഞ്ഞ് ഒരു പാറയുടെ പുറകിൽ പോയി ഒളിച്ചു നിൽക്കും. അപ്പൊ സാസുക വീണ്ടും അവന്റെ ചേട്ടൻ ഹിറ്റാച്ചി ചെയ്തതുപോലെ 2 കത്തിയെടുത്ത് ഇപ്പൊ പാറയ്ക്കപ്പുറത്തുള്ള നമ്മുടെ കുട്ടപ്പനെ എയിം ചെയ്ത് എറിയാൻ റെഡി ആയിട്ട് നിൽക്കും. പക്ഷെ കത്തി കുത്തി കയറും മുൻപ് നമ്മുടെ കുട്ടപ്പൻ അവിടുന്ന് ഓടി സാസുകയുടെ അടുത്തേക്ക് വരുമ്പോ സാസുക ത്രെഡ് എടുത്ത് ഇപ്പൊ കുട്ടപ്പനെ ചുറ്റി വലിയാൻ ആരംഭിക്കും. നോ, ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് കുട്ടപ്പൻ വിളിച്ചു കാറുമെങ്കിലും സാസുക അതൊന്നും തന്നെ ശ്രദ്ധിക്കില്ല. നിന്നെ പോലെ ഒരു ഫ്രണ്ട് എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാൻ പോലും എനിക്ക് അപമാനമാണ്. എന്നെ തടയാൻ വന്ന നിന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് സാസുക ഒരുപാട് ഫയർ പുറത്തെടുത്ത് ഇപ്പൊ കുട്ടപ്പന്റെ നേർക്ക് ആ ഒരു ഫയർ വളരെ ഫോഴ്സില് അടിച്ചു വിടുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.